ലാപ്ടോപ്പ് പോലൊക്കെ തോന്നിയെങ്കിൽ ലാപ്പ് കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടുണ്ടോ? എവിടെ കണ്ടല്ലോ, നമ്മുടെ യൂട്യൂബിന്റെ CEO അയച്ചു തന്നാണ്. അപ്പൊ ഇത് വായിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു സംഭവം അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ വെയിറ്റിംഗ് ചെയ്ത് ഇത്ര ഒരു 3 വർഷമായിട്ട് നമ്മൾ യൂട്യൂബ് കരിയറിൽ വെയിറ്റ് ചെയ്ത് അൺബോക്സിങ്. അപ്പൊ ഇതാണ് സാധനം. ഇത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. ജസ്റ്റ് അമ്മമാരോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു വെറൈറ്റി സസ്പെൻസ് കൊടുക്കാം. അവരുടെ അടുത്ത് പോയിട്ട് എന്താ സംഭവം എന്നൊക്കെ പറയാം. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സസ്പെൻസ് കൊടുത്ത് അൺബോക്സ് ചെയ്യാം. നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു അൺബോക്സിങ്ങിന് ഒരു യൂണിറ്റ് കിട്ടി എന്ന് പറയാൻ പോയത്. യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ എന്ന് പറയുന്നില്ല. നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു വെറൈറ്റി, കാരണം ഒത്തിരി സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. നമ്മുടെ വീഡിയോ ചെയ്യാനും ഒക്കെ സഹായിച്ചുള്ള ആൾക്കാരാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്ത് കയറാം. നമ്മളിവിടെ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണ്. അവന്മാരെല്ലാം ഇരിപ്പുണ്ട്. പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അവന്മാരെല്ലാം ഇവിടെ കളിക്കുന്നുണ്ട്. ഒരു പൈൻറ്റും ഇല്ല. നമുക്ക് നേരെ ജസ്റ്റ് ഇതുകൊണ്ട് കാണിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ എല്ലാരും അപ്പൊ നമുക്ക് അയച്ചു തന്ന സാധനം നമുക്ക് ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതെന്താ സംഭവം, പക്ഷെ ഇവർക്ക് ആർക്കും ഇത് സംഭവം എന്താ അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ചിലർക്കൊക്കെ ഭയങ്കര ഇച്ചിരി മടിയൊക്കെ ഉണ്ട് ഈ ക്യാമറയിലൊക്കെ വരാൻ. അപ്പൊ നമുക്ക് നേരെ പോവാം. കളിയൊക്കെ നിർത്തിക്കേ. ഈ സംഭവം നമ്മളാണ് യൂട്യൂബിൽ നിന്നല്ല, നമുക്ക് ഒരു സംഭവം ഇത് കമ്പനി അയച്ചു തന്ന പ്രോഡക്റ്റാണ്. അപ്പൊ ഇതെന്താ സംഭവം നിങ്ങൾക്ക് ഗസ് ചെയ്യാം. എന്താ സംഭവം? ഡ്രസ്സാ? മുട്ടായി ഒന്നും അങ്ങനെ അയച്ചിട്ടില്ല. റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് അയച്ചത്. നമുക്ക് പല കമ്പനിയൊക്കെ ചിലപ്പോൾ ഒക്കെ അയച്ചു തരാറുണ്ട്. അതുപോലെ ഒരു സംഭവം അയച്ചു തരാം. പെർഫ്യൂം ഒന്നുമല്ല. എന്തായാലും നീ എന്താ ഐപാഡ് ആപ്പിടോ? ഐപാഡല്ല. ഗിഫ്റ്റ് നമ്മൾ കാണിക്കുന്നില്ല. ബാക്സൈഡ് കാണിച്ചാൽ ഏകദേശം ഒക്കെ മനസ്സിലായി. ഇവിടെ ഒരു സിമ്പിൾ ഒക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യണേ ബ്ലേഡ് പിച്ചാത്തി വേണ്ടി വരും. ഇത് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, നിങ്ങളെല്ലാം ഒരുമിച്ച് അൺബോക്സ് ചെയ്യേ. ഈ സൈഡ് നോക്കല്ലേ. ഇങ്ങനെ ജസ്റ്റ് അൺബോക്സ് ചെയ്യും. എന്താ സംഭവം? ഇന്ന് നീ നിൽക്കണം. അവന്റെ പൊട്ടുന്ന സാധനം സൂക്ഷിച്ചൊക്കെ ചെയ്യാം. അത് വേണ്ട, അതേ ഇവിടെ മതി. പൊട്ടിക്കാൻ അറിയത്തില്ല. ഈ സൈഡ് ഇങ്ങനെ എടുക്കേ. ഇങ്ങനെ എടുക്കും. ഓക്കെ, എല്ലാവരും ഇതൊരു ഗിഫ്റ്റാണ്. ലാപ്ടോപ്പ് പോലൊക്കെ തോന്നിയെങ്കിൽ ലാപ്പ് കണ്ടിട്ടുണ്ടോ? അടുത്തൊന്നെങ്കിൽ പിന്നെ പ്ലേ ബട്ടണാണ്. യൂട്യൂബിൽ മാത്രം കാണാൻ പറ്റുന്ന സാധനം. നിങ്ങൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ല. കണ്ണാടി സംഭവം റിയൽ ആയിട്ട് യൂട്യൂബിൽ പല വീഡിയോ ഉണ്ട്, പക്ഷെ ശരിക്കും കണ്ടുണ്ടോ? എവിടെ ഇപ്പൊ ശരിക്കും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് റിയൽ ആയിട്ട് സംഭവത്തെ കാണും. റിയൽ ആയിട്ട് നീ കണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഇത് വിറ്റാണ് കിട്ടും. അപ്പൊ വിറ്റാണ് കിട്ടത്തില്ല, സ്വർണ്ണമൊന്നും അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിനക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? സുഖം ഇനി ഫോക്കസ് ചെയ്ത് അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്തു. ഇനി സംഭവം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഇവരുടെ ഒരു അഭിപ്രായം ജസ്റ്റ് നമുക്ക് ചോദിക്കാം. ഓരോരുത്തരുടെ ഇതെന്ത് കിട്ടി നമ്മളൊന്നും പറയുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കാം. സാധനം നമ്മുടെ എനിക്ക് മേപ്രായം അധികം ആരും മേപ്രായല്ല, അങ്ങനെയല്ല. യൂട്യൂബേഴ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ സംഭവം കിട്ടിയായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. തിരുവല്ല ഏരിയയിലൊക്കെ കാണും, പക്ഷെ നമ്മുടെ മേപ്രായ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഈ ഒരു സംഭവം കിട്ടിയായിട്ട് അനുഭവം. അപ്പം എന്താണ് നിനക്ക് പറയാനുള്ളത്? നോക്കിയിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചേ, ഈ സംഭവം കിട്ടണേ 1,00,000 സബ്സ്ക്രൈബേഴ്സ് വേണം.
അപ്പൊ അതിനെ പറ്റി നിന്റെ അഭിപ്രായം? നിനക്ക് എന്റെ സജഷൻ എന്തെങ്കിലും നമുക്കിനി ചെയ്യാനുള്ള വീഡിയോസിനെ പറ്റി എന്തെങ്കിലും എന്തൊക്കെ ചേഞ്ചസ് വരുത്തണോ? ചേഞ്ചസ് മുഖം നോക്കാൻ പറ്റുന്നുണ്ട്. നല്ലത് കിട്ടുമായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ മെയിൻ ചെയ്യാം. മാറ്റങ്ങളൊന്നും ഒന്നുമില്ല. അടുത്ത നമ്മുടെ ടിക്കോ നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ആളാണ്. നമ്മുടെ പണ്ട് തൊട്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും പലരും. പല പല വീഡിയോസ് ഇവൻ വന്ന വീഡിയോസ് ഒക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താ അറിയാൻ വയ്യ. നമ്മളെ മറ്റേ വെള്ളത്തില് മറ്റേ മീനെ പിടിക്കാനൊക്കെ ഇറങ്ങിയ സംഭവമാണ്. അതൊക്കെ നല്ല റീച്ച് കയറി. പക്ഷെ 6 മാസം ജയിലായിരുന്നു ഇറങ്ങിയതാ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ. ആ വീഡിയോ പക്ഷെ കളയേണ്ടി വന്നു, കാരണം ചില ഇഷ്യൂ ഉള്ളത്. പക്ഷെ നല്ല റീച്ച് പെട്ടെന്ന് കയറിയ എനിക്ക് ദീപം വന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന്. പക്ഷെ ഈ അടുത്തൊക്കെ വരാൻ പറ്റാത്ത ഭയങ്കര ജോലി തിരക്കൊക്കെ ആയിട്ടാണ്. അപ്പൊ ടിക്കോ അപ്പൊ ടിക്കോക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് ഫസ്റ്റ് ടൈം ആണ് നീ ഉപയോഗിച്ചിട്ടുള്ളത്? നേരിട്ട് കാണാൻ അറിയാം. നിനക്ക് സജഷൻ പുതിയ എന്തെങ്കിലും മാറ്റം വരുത്തണോ? അല്ലെങ്കിൽ ഇനി 1 മിനിറ്റ് അടിക്കാൻ എന്തെങ്കിലും സജഷൻ വല്ലതും ഉണ്ടോ? കിട്ടും. ഡെവലപ്പായ ഗോൾഡ് നാട്ടിലുള്ള ചേട്ടാണ് ഏറ്റവും മൂത്തായിട്ടാണ്. ചേട്ടാ ഇതായിട്ടില്ല ലൈവായിട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ചേട്ടൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി? ചേഞ്ച് വരുത്തിയോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇനി ഒരാളുടെ വരാറുണ്ട്, നമ്മുടെ സുബിൻ CS. കാരണം ഇവനും നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര വലിയ വലിയ സജഷൻസ് ഒക്കെ പറഞ്ഞു തരുന്ന ആളാണ്. വീഡിയോ ഒന്നും വരത്തില്ലേലും ഭയങ്കര സജഷൻ ഒക്കെ. അപ്പം സുബിൻ, ഈ സംഭവം നീ ആദ്യമായിട്ടല്ലേ ഇവന്മാരൊക്കെ ഇവനൊക്കെ നേരത്തെ ഇത് കണ്ടതാണ്. എന്നാലും ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി നിന്റെ ഒക്കെ എന്താണ് അഭിപ്രായം? എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? അടുത്ത കളർ 1 മില്യൺ ഒരു പ്രതീക്ഷയില്ല. എന്നാലും വേറെ അപ്പൊ ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് കണ്ടല്ലോ. നമ്മുടെ യൂട്യൂബിന്റെ CEO അയച്ചു തന്നാണ്. അപ്പൊ ഇത് വായിക്കുന്ന സാധനമാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന വേണ്ട കെട്ടിയാ കൂടുതൽ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാനും പറയാനും അറിയാവുന്ന ആള് സുബിനാണ്. അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് 1000 സബ്സ്ക്രൈബേഴ്സ്. YouTube. മലയാളം ഓക്കെ. ലാസ്റ്റ് സിൻസിയർലി സൂസൻ. നമ്മുടെ യൂട്യൂബിന്റെ CEO പേര് ഞാൻ വായിക്കണം. സൂസൻ 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 ഞാൻ പറയത്തില്ല. സൂസൻ ആണോ? നീ നമ്മുടെ യൂട്യൂബിന്റെ ഇവർ വായിക്കാൻ അറിയത്തില്ല. സുബിനെ നിന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ CEO പേര് ടിക്കോ വായിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബിന്റെ CEO പേര് വായിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പൊതുവെ എനിക്ക് വന്നാൽ ഇച്ചിരി പാടാ വായിക്കാൻ. വായിക്കും. സ്പെല്ലിംഗ് ഞാൻ സൂസൻ. യൂട്യൂബിന്റെ CEO പേര് ടിക്കോ വായിക്കാൻ പോണേ. സൂസൻ സൂരജ് എതിരിക്കുകയാണ്. ഏകദേശം നീ ഒരു സംഭവത്തിന് പറഞ്ഞു. നിങ്ങൾ ആരും പറഞ്ഞു. താനെന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞേ? ഞാൻ പറയാം. നീ ഇവിടെ വാ. അവൻ നെറ്റ് നോക്കിയാട്ടോ. അല്ല നിനക്ക് ഞാനിപ്പോ വായിക്കാം. ഉണ്ടോ എവിടെ? WOG. ഇത് ഒപ്പാടാ പറഞ്ഞേ. അതെങ്ങനെ വായിക്കുന്നത്? ഞാനും അതാടാ വായിച്ചത്. ഒപ്പ് എങ്ങനെ വായിക്കുന്നേ? അതാ ഞാൻ എന്റെ ഒപ്പടങ്ങ് വായിക്കാം. നീ യൂട്യൂബ് അടിക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ക്യാഷ്വൽ അൺബോക്സിങ് വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ, കാരണം എനിക്ക് ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല. ഒരു ഓണത്തിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുത്തത്, അപ്പോൾ അതിൻ്റെ തിരക്കായി. ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഔട്ട്ഡോർ ചെയ്യുന്നത്. നമ്മളെന്തായാലും ഒരു സ്പെഷ്യൽ, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ആ ഒരു വീഡിയോ വരും. ഇതൊരു വെറൈറ്റി അൺബോക്സിങ് ആയിക്കോട്ടെ എന്ന് വെച്ച് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ ഷേക്കിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട് വീഡിയോയിൽ. അത് സോറി, കാരണം നമ്മൾ ആ ഒരു തിരക്കിനിടയ്ക്ക് അത് സംഭവിച്ചാണ്. റെക്കോർഡിങ്ങിൻ്റെ ഓഡിയോ ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്, ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം. See you.